വെച്ചോ. ആ ചമ്മലങ്ങ് മറക്കട്ടെ. ഹലോ. ഹായ് ഹായ്. മോടെ നാട് എവിടാണ്? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ. കൂരാച്ചുണ്ട് ബട്സോ ആ സ്കൂളിൽ നിന്ന് ആരാണ്ട് എന്നെ വിളിച്ചിരുന്നു. എന്തോ കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ അതെന്റെ ഫാമിലി റിലേറ്റീവ് അവിടെയാ പഠിക്കുന്നത്. അവിടെയുള്ള കുട്ടികൾക്ക് എം ജി അങ്കിളുടെ പാട്ട് ഭയങ്കര ഇഷ്ടം. എം ജി അങ്കിളുടെ മാത്രല്ല എല്ലാവരുടെ പാട്ടും ഭയങ്കര ഇഷ്ടം. പക്ഷെ കൂടുതൽ എം ജി അങ്കിളുടെ ഇഷ്ടം. എം ജി അങ്കിളിന്റെ ഡിവോഷണൽ സോങ്സ്. അപ്പോ അവരെന്നോട് പറഞ്ഞു എം ജി അങ്കിളിനോട് ഒരു 4 വരി ഡിവോഷണൽ സോങ് പാടുമെന്ന് റിക്വസ്റ്റ് ചെയ്തു. വരുന്ന വഴി വളഞ്ഞു വരുന്ന പാടി കഴിയുമ്പോഴത്തേക്ക് അങ്കിള് 4 വരി ആലോചിച്ച് വെക്കാം. എനിക്കറിയാം ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണെന്ന്. എക്സാക്ട്ലി. ഇത് ഗോൾഡൻ ഡിസ്കില് ഇത് വന്നിരിക്കുന്നു. അത് എത്രയോ മില്യൺ വ്യൂസ് ആയതുകൊണ്ട് ഗോൾഡൻ ഡിസ്ക്. സാമവേദം. ശരി. ഈ പാട്ട് അടിച്ച് കേറി വാ മോനെ എന്ന് പറഞ്ഞ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ. ഇത് നമ്മൾ വെറുതെ ചെയ്തു പോയതാ. നമുക്കൊരിക്കലും ഉദ്ദേശിക്കാൻ പറ്റില്ല ഏത് പാട്ട് എങ്ങനെ കേറി ഹിറ്റ്. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മോൾ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ പ്രണയവസന്തം. ഓ, ഈ പാട്ടിനെ പറ്റി പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിരുന്നോ മോള്? എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ഈ പാട്ട്. മോളെ ഇത് അങ്കിളായിരുന്നു ആദ്യം പാടിയത്, അത്രേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അങ്ങനെ പണ്ട് ഒരുപാട് പേർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരു പക്ഷെ മധുവിനും കാണും, പിന്നെ ബിന്നിക്കും കാണും. എല്ലാ ഗായകർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യം ഒരാളെ കൊണ്ട് പാടിച്ചിട്ട് ചിലപ്പോൾ ആ പ്രൊഡ്യൂസറിനോ ആ ഡയറക്ടർക്കോ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അത് മാറ്റി വേറൊരാളിനെ കൊണ്ട് പാടിക്കും. ഉടനെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ നേരത്തെ പാടിയ ഗായകൻ പറയും, ദേ ഇവൻ കാരണം എന്റെ പാട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇത് കിടന്ന് നിലവിളിക്കും. എന്തായാലും ദാസേട്ടനാണ് ഇത് പാടിയത്, എന്റെ ഗുരുനാഥനാണ്. അത് ദാസേട്ടൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ല പാട്ട് പാടിയത്. ഇത് നമ്മുടെ സാക്ഷാൽ മധുച്ചേട്ടൻ പറഞ്ഞു ദാസ് പാടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് എന്നെ മാറ്റിയിട്ട് ദാസേട്ടനെ പാടിച്ചത്. അല്ലാതെ എന്റെ യാത്രയിൽ ദാസേട്ടനോ മറ്റാരും ഒരു തടസ്സമായിട്ട് ഇന്ന് വരെ നിന്നിട്ടില്ല. എന്റെ അറിവിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഈ 45 വർഷം എൻ്റെ സംഗീത യാത്രയിൽ ഒരു മനുഷ്യൻ പോലും എൻ്റെ പാട്ടിന്റെ വഴിയിൽ തടസ്സമായിട്ട് നിന്നിട്ടില്ല. ആരും എനിക്കിട്ടൊന്നും പണിതിട്ടുമില്ല. സ്നേഹം മാത്രം. തുടരും. ഫിലിം ഞാൻ ഏകനാണ്. പിന്നെ വർഷം 1982. പാടിയത് ദാസാരം ചിത്രാമേ. പിന്നെ ലിറിക്സ് സത്യനന്ദിക്കാട് സാർ. മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ. അപ്പൊ നമുക്ക് ഇതെന്താ ഋതുവീണക്കുട്ടിയുടെ മുഖത്തൊരു പാട്? അത് ഒരു പ്രത്യേകത ഉണ്ട് ആ പാട്. അത് അനിയനില്ല, അനിയൻകുട്ടൻ. അവനിപ്പോ 9 മാസായി. 2 കുഞ്ഞി പല്ല് വന്നിട്ടുണ്ട്. അത്ര വലിയ പാട്. അവന് മറ്റേ തക്കാളി കടിക്കും പോലെ ഇവിടെ ഇവിടെ ഇവിടെ. അല്ല, ഒരു സംശയം, മോളെന്തിനാ ഈ ഐറ്റം കൊണ്ട് അവന്റെ വായിക്കാത്ത? അവൻ കടിക്കാതെ അവൻ അതിരാവിലെ എഴുന്നേക്കും. ആളുടെ ഉണ്ടോ? ഇല്ല, അവൻ പുറത്ത് കിട്ടിയാണ്. ഇവിടെ വന്നാ അവൻ എല്ലാ അലങ്കലാക്കും. എല്ലാരും കടിക്കും. മോളെ പാടിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി
സഖി എന്തേ മൗനം സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം ലാ 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 ലാ. ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ് വെരി നൈസ് ഡാൻസേഴ്സ് സൂപ്പർ വെരി ഗുഡ് വെരി ഗുഡ്. കോറസ് വളരെ മനോഹരം. ശരിക്കും ഒരു വൈബാണ് കേട്ടോ ഈ അയ്യോ, പാട്ട് പെട്ടെന്ന് എന്തോ ഭയങ്കര പോലെ. vibe. അതെ 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 അതെ. So today we are giving you 99 out of 100. തളിര ആദ്യ ഒരു MGR പൂക്കുറ്റി. സഖി എന്തേ മൗനം